രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ 4-4-2 ഫോർമേഷനിലേക്ക് ഹെയ്തി കളി മാറ്റിയത് ബ്രസീലിന്റെ ആക്രമണങ്ങളുടെ മുനയൊടിച്ചെന്ന് വേണം കരുതാൻ. ഇതിനോടകം ലോകകപ്പിൽ നിന്ന് പുറത്തായെങ്കിലും ഹെയ്തിക്ക് അഭിമാനിക്കാവുന്ന പ്രതിരോധ മികവ് അവസാന 45 മിനിറ്റിൽ ബ്രസീലിനെതിരെ പുറത്തെടുക്കാനായെന്നത് ശ്രദ്ധേയമാണ്. ഇബനേസിന് പകരക്കാരനായി ഡിഫൻസിൽ റൈറ്റ് വിംഗ് ബാക്കായി ഡാനിലോ വന്നത് ടീമിന് ഗുണം ചെയ്തിട്ടുണ്ട്. റൈറ്റ് വിങ്ങിലൂടെ മിഡ്ഫീൽഡിലേക്ക് തുടരെ പന്തെത്തിക്കാൻ അയാൾക്ക് സാധിച്ചു. ബ്രസീലിന്റെ ഈ 13 നമ്പറുകാരനെ 90 മിനിറ്റും ആൻസലോട്ടി കളിപ്പിച്ചിട്ടുണ്ട്. വിജയകരമായ 51 പാസുകളാണ് അയാളിലൂടെ ടീമുകൾക്ക് ലഭിച്ചത്. ലെഫ്റ്റ് ബാക്കായ ഡഗ്ലസ് സാന്റോസിന്റെ പ്രകടനം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. വിനീഷ്യസിലേക്ക് നിരന്തരം പന്തെത്തിക്കാനും ലെഫ്റ്റ് വിങ്ങിലൂടെ ആദ്യാവസാനം വരെ ആക്രമണങ്ങൾ നയിക്കാനും ഈ 16 നമ്പർ ജേഴ്സിക്കാരൻ ഏറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ആദ്യ മത്സരത്തെ അപേക്ഷിച്ച് ബ്രസീലിന്റെ മധ്യനിരയിൽ വന്ന മാറ്റമാണ് ആരാധകർക്ക് ഏറെ സംതൃപ്തി പകരുന്നത്. എതിരാളികൾ ദുർബലരായിരുന്നു എന്നതിനാൽ സ്കോട്ട്ലൻഡിനെതിരായ വരും മത്സരത്തിലെ പ്രകടനം കൂടി വിലയിരുത്തി വേണം ടീമിന് ടൂർണമെന്റിൽ എത്രത്തോളം മുന്നോട്ട് പോകാനാകുമെന്ന് വിലയിരുത്താൻ. പക്വേറ്റ 7.5, ഗിമാറോസ് 7.4, കസമിറോ 7.5, വിനീഷ്യസ് 7.7 എന്നീ പ്ലെയർ റേറ്റിംഗുകളിൽ തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. രണ്ടാം പകുതിയിൽ കൂടുതൽ ഗോളുകൾ നേടാനാകാത്ത സ്ഥിതിയുണ്ടായത് ആശങ്ക ഉയർത്തുന്നുമുണ്ട്. റയാനെയും എൻട്രിക്കിനെയും ആൻസലോട്ടി പകരക്കാരെ കൊണ്ടുവന്നെങ്കിലും രണ്ടാം പകുതിയിൽ ഗോളിന്റെ എണ്ണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നത് ടീമിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നാലും ഹെയ്തിയുടെ പ്രതിരോധ പൂട്ടിനെ ആദ്യമേ പൊളിക്കാനായെന്നത് ആൻസലോട്ടിക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. വലത്തേക്കാലിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നതോടെ റഫീഞ്ഞ കളം വിട്ടത് ബ്രസീലിന്റെ പ്ലാനുകളെ ആകെ തകിടം മറിച്ചെന്ന് വേണം കരുതാൻ. റഫീഞ്ഞയുടെ മടങ്ങിവരവ് വൈകിയാൽ ബ്രസീലിന് ലോകകപ്പിൽ ഏറ്റവും കനത്ത തിരിച്ചടിയായി അത് മാറും. റഫീഞ്ഞയ്ക്ക് ചികിത്സ നൽകുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നുമാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത്. ആദ്യ മാച്ചിൽ നിന്നും പ്രകടമായ മാറ്റങ്ങൾ രണ്ടാം മത്സരത്തിൽ കാണാനായിട്ടുണ്ട്. മൊറോക്കോയെ പോലെ വെച്ച ഹൈ പ്രസിംഗ് ക്വാളിറ്റിയുള്ളൊരു മിഡ്ഫീൽഡിനെതിരെ ഈ ബ്രസീൽ ടീം എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും തൽക്കാലം ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക കൂഞ്ഞയും വിനീഷ്യസും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്.